ഇന്ന് ഇന്ത്യയിലുടനീളമുള്ള ആളുകൾ നിമിഷ പ്രിയ എന്ന നഴ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ ഒരു കേസിനെ കുറിച്ച് നിങ്ങൾക്ക് തീർച്ചയായും അറിയാം. നമ്മളും ഏകദേശം ഒരു വർഷത്തിന് മുൻപൊക്കെ ഇതേ കേസിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. പാലക്കാട് ജനിച്ചു വളർന്ന നഴ്സായ നിമിഷ പ്രിയയ്ക്ക് യമനിൽ വധശിക്ഷ വിധിക്കപ്പെട്ടു. ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ കേസിനെ കുറിച്ച് ഇത്രയധികം സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, യമൻ സർക്കാർ ഇതിനകം തന്നെ അവൾക്ക് വധശിക്ഷ സ്ഥിരീകരിച്ചിരുന്നു. അതിനെല്ലാം ഉപരിയായി വധശിക്ഷ ജൂലൈ മാസം 16-ാം തീയതി നടപ്പിലാക്കുമെന്നും അവർ സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ ജൂലൈ മാസം 16 കഴിഞ്ഞു. ആ വധശിക്ഷ താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നതും ആദ്യം നിമിഷ പ്രിയ എന്ന സ്ത്രീ ആരാണ്, എന്തിനു വേണ്ടി യമനിലേക്ക് പോയി, എന്ത് കുറ്റമാണ് അവൾ ചെയ്തത്, എന്തിന് അവൾക്ക് മരണശിക്ഷ വിധിച്ചു, ഇതിനകം നമ്മൾ അറിഞ്ഞൊരു വീഡിയോ തന്നെയാണ്. എങ്കിലും നമ്മുടെ ചാനലിലെ പുതിയ വ്യൂവേഴ്സിന് വേണ്ടി പുതുതായി വന്ന അപ്ഡേറ്റുകൾ ഒന്നുകൂടെ നിങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടി ആദ്യം മുതൽ അവസാനം വരെയും ഒന്നുകൂടെ കാണുന്നതിൽ യാതൊരു തെറ്റുമില്ല. നിങ്ങൾ പല മാധ്യമങ്ങളിലെ വാർത്തകൾ കേട്ടാൽ മനസ്സിലാകും, നിമിഷ പ്രിയ എന്ന സ്ത്രീ സ്വയം പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. മറ്റു ചില മാധ്യമങ്ങൾ, മറ്റു ചില കൂട്ടർ പറയുന്നത് ഇല്ലില്ല, അവൾ അത്ര നല്ലവളൊന്നുമല്ല, പണത്തോടുള്ള അത്യാഗ്രഹം കാരണമാണ് അവൾ ആസൂത്രണം ചെയ്ത് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ള രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അവൾ നിരപരാധിയാണോ, അല്ലെങ്കിൽ ശരിക്കും ആസൂത്രണം ചെയ്താണോ ഈ കൊലപാതകം നടത്തിയത്? ഇതിനെല്ലാം പുറമെ നമ്മുടെ എല്ലാം മനസ്സിൽ വീണ്ടും ഉയർന്നു വരുന്നൊരു വലിയ ചോദ്യമുണ്ട്. ഇന്ത്യൻ പൗരന് യമനിൽ വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇന്ത്യൻ ഗവൺമെന്റ് യമൻ സർക്കാരുമായി സംസാരിച്ച് ഈ ഒരു ശിക്ഷ അവസാനിപ്പിക്കാത്തത്, തടയാത്തത്, അല്ലെങ്കിൽ ഒരു അല്പം നീക്കി വയ്ക്കാത്തത്, അവർ അതിനുള്ള നടപടികൾ സ്വീകരിക്കാത്തത് എന്തുകൊണ്ട്? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ നമുക്കുള്ളിൽ ഉയർന്നു വരുന്നുണ്ട്. എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. പാലക്കാട് കൊല്ലംകോട് എന്ന സ്ഥലത്താണ് നിമിഷ പ്രിയ ജനിച്ചു വളർന്നത്. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ നേഴ്സ് ആകണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതേ ഗ്രാമത്തിലെ ഒരു കോളേജിൽ തന്നെയായിരുന്നു അവൾ നഴ്സിംഗ് കോഴ്സ് പൂർത്തിയാക്കിയത്. ഇങ്ങനെ നഴ്സിംഗ് പഠനം അവസാനിച്ചതിന് ശേഷം 2008 യമനിൽ ഒരു നഴ്സ് ജോലി ലഭിച്ചു. സാധാരണ ഒരുപാട് പേർ സ്വന്തം നാട്ടിൽ തന്നെ ജോലിയൊക്കെ ചെയ്യും. പക്ഷെ അവൾക്കൊരു അവസരം ലഭിച്ചു. യമനിലും ധാരാളം ഡോക്ടേഴ്സും നഴ്സൊക്കെ പോയി ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിമിഷയ്ക്കും ഇത് തന്റെ നല്ലൊരു ഭാവിയിലേക്കുള്ള ഒരു വഴിയാണെന്ന് തോന്നി. അങ്ങനെ 2008 നിമിഷ പ്രിയ ആദ്യമായി യമനിലേക്ക് പോയി. അവിടെ ഒരു 4-5 വർഷം ജോലി ചെയ്തു. നിർഭാഗ്യവശാൽ കുറഞ്ഞ ശമ്പളം മാത്രമാണ് ലഭിച്ചത്. എന്നിരുന്നാലും ഒരു പ്രതീക്ഷയോടുകൂടി അവൾ പിടിച്ചു നിന്നു. തനിക്കും നല്ലൊരു ദിവസം വരും, ഒരു ഭാവിയൊക്കെ ഉണ്ടാകും, സെറ്റിലാകാൻ കഴിയുമെന്നൊക്കെ വിശ്വസിച്ചു. 2011 സ്വന്തം നാടായ പാലക്കാടിലേക്ക് വരുന്നു. അവിടെ ടോബി തോമസ് എന്ന വ്യക്തിയെ വിവാഹം കഴിച്ചു. വിവാഹത്തിന് തൊട്ട് പിന്നാലെ തന്റെ ഭർത്താവുമായി അവൾ വീണ്ടും യമനിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് ദമ്പതികൾ സന്തോഷകരമായ ഒരു ജീവിതം നയിച്ചു. പിന്നീട് ഇവർക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചു. അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയി. ഇപ്പോൾ അവർ ഒരു കുടുംബമാണ്. അവരുടെ ചിലവുകളും വർദ്ധിച്ചു വരികയാണ്. പക്ഷേ ശമ്പളം വളരെ കുറവാണ്. ഭർത്താവിന് സ്ഥിരമായ ജോലി ഉണ്ടായിരുന്നില്ല. ഒരാളുടെ മാത്രം സ്ഥിരമായ വരുമാനം കൊണ്ട് യമനിൽ കാര്യങ്ങൾ നടത്താൻ കഴിയാത്തത് കൊണ്ട് നിമിഷ പ്രിയ ഒരു തീരുമാനമെടുത്തു. ഭർത്താവിനെയും കുഞ്ഞിനെയും നാട്ടിലേക്ക് തന്നെ പറഞ്ഞയക്കാം, ഇവിടെ നിന്നുകൊണ്ട് തന്റെ ജോലി വീണ്ടും തുടരാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ പദ്ധതിയിട്ടതുപോലെ ഭർത്താവിനെയും മകളെയും തിരികെ അയച്ചു. അവൾ നഴ്സായി അവിടെ തന്നെ ജോലി നോക്കാനും തുടങ്ങി. ഒരു ഘട്ടമെത്തിയപ്പോൾ അവൾക്ക് തോന്നിയത്, എത്രയോ ഡോക്ടേഴ്സ്, നഴ്സസ് ധാരാളം സമ്പാദിക്കുന്നുണ്ട്, ഞാനിപ്പോഴും തുച്ഛമായ ശമ്പളത്തിൽ നഴ്സായി മാത്രം ജോലി ചെയ്യുന്നു. എങ്ങനെയാണ് ഒരുപാട് സമ്പാദിക്കാൻ കഴിയുക? ചിന്തിക്കാൻ തുടങ്ങി. എന്തുകൊണ്ട് ഇവിടെ തന്നെ നമുക്കൊരു ക്ലിനിക് ഓപ്പൺ ചെയ്തുകൂടാ? അങ്ങനെ ഒരു ആശയം അവളുടെ മനസ്സിൽ വരുന്നു. അതിനെന്തൊക്കെയാണ് പ്രോസസ്സ് എന്ന് അവൾ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഈ നിയമവ്യവസ്ഥ അനുസരിച്ച് വിദേശികളിൽ അവിടെ വന്ന് ആശുപത്രിയോ മറ്റെന്തെങ്കിലും ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. എല്ലാ പണവും വ്യക്തിഗതമായി നിക്ഷേപിച്ച് ആ ഒരു ബിസിനസ് ചെയ്യാൻ പാടില്ല. അതേ യമനിൽ ജനിച്ചു വളർന്ന ഒരാൾ, യമനിൽ പൗരത്വമുള്ള ഒരാൾ ആ ബിസിനസ്സിൽ ഒരു പങ്കാളിയാണെങ്കിൽ മാത്രമേ ആ ബിസിനസ് അവിടെ റൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിനെന്താണ് അർത്ഥമെന്ന് ചോദിച്ചാൽ, യമനിലെ പൗരനല്ലാത്ത ഒരു വ്യക്തിക്ക് അവിടെ വ്യക്തിപരമായി ബിസിനസ് ചെയ്യാൻ സാധിക്കില്ല, ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യാൻ കഴിയില്ല എന്നാണ് അർത്ഥം. നിങ്ങൾ എന്ത് ബിസിനസ് ആരംഭിച്ചാലും ഞങ്ങളുടെ രാജ്യത്തിലെ പൗരൻ അതിലൊരു പങ്കാളിത്തം ഉണ്ടായിരിക്കണം. അതാണ് ആ രാജ്യത്തിന്റെ നിയമം. ശരി, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ യമൻ രാജ്യത്തിലുള്ള ഒരാളെ കണ്ടെത്തണം, അയാളെ പാർട്ട്ണറായി ചേർക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഈ നാട്ടിൽ തന്നെ ഒരു ക്ലിനിക് ആരംഭിക്കാൻ കഴിയും. അങ്ങനെ അവൾ അതന്വേഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് തലാൽ അക്തോ മഹദി എന്ന ഒരു വ്യക്തി അവൾ പരിചയപ്പെടുന്നത്. രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായി. അയാളോട് തന്റെ ഈ ഒരു ആശയം അവൾ പറയുന്നു. അയാളും അതിന് സമ്മതിക്കുന്നു. എനിക്ക് വൈദ്യശാസ്ത്രത്തെക്കുറിച്ചൊന്നും തന്നെ അറിയില്ല,
പക്ഷേ നിങ്ങൾ വളരെ കാലമായി നേഴ്സായി ജോലി ചെയ്യുകയാണ്, നമുക്ക് രണ്ടുപേർക്കും 50-50 ഇൻവെസ്റ്റ് ചെയ്ത് എമന്റെ തലസ്ഥാനമായിരുന്ന സനയിൽ തന്നെ ഒരു ക്ലിനിക് ആരംഭിക്കാം. അങ്ങനെ പദ്ധതി ഇടുന്നു. രണ്ടുപേരും ഇൻവെസ്റ്റ് ചെയ്ത് അവസാനം സനയിൽ തന്നെ ഒരു ക്ലിനിക് ആരംഭിച്ചു. ക്ലിനിക്ക് വളരെ നന്നായി തന്നെ പോയി. നിമിഷ പ്രിയയ്ക്ക് അത് ഒരുപാട് സന്തോഷമായി. തൻ്റെ ഏറെ കാലത്തെ ഒരു സ്വപ്നത്തിന്റെ സാഫല്യമായിരുന്നു അത്. ആ സമയത്താണ് യമൻ രാജ്യത്ത് ഒരു പ്രശ്നം വരാൻ തുടങ്ങി. അതായത് ആ രാജ്യത്തിനുള്ളിൽ കലാപകാരികൾ കടന്ന് സർക്കാരിനെതിരെ പ്രതിഷേധിക്കാൻ തുടങ്ങി. ഹൂത്തികൾ എന്ന സംഘടനയിൽപ്പെട്ട വിമതർ അവിടെ യുദ്ധം ചെയ്യുക മാത്രമല്ല, യമനിലെ നിരവധി നഗരങ്ങൾ പിടിച്ചെടുക്കാനും തുടങ്ങി. അവർ പിടിച്ചെടുത്ത നിരവധി നഗരങ്ങളിൽ സന എന്ന നഗരം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. നിമിഷ പ്രിയയും അവിടെയായിരുന്നു ക്ലിനിക് ആരംഭിച്ച് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവളുടെ ക്ലിനിക് സ്ഥിതി ചെയ്യുന്ന പട്ടണം ഈ ഹൂത്തികളുടെ നിയന്ത്രണത്തിലായി. ഈ സമയത്ത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഓപ്പറേഷൻ റാഹത്ത് ലോഞ്ച് ചെയ്യുന്നു. ഈ ഒരു ഓപ്പറേഷന്റെ ഉദ്ദേശം, യമനിൽ ആഭ്യന്തര യുദ്ധം നടക്കുന്നുണ്ട്, അതിൽ നമ്മുടെ ഇന്ത്യക്കാർ ആരും ബാധിക്കപ്പെടാൻ പാടില്ല എന്നതിനു വേണ്ടി ഇന്ത്യയിലേക്ക് വരാൻ തയ്യാറായ എല്ലാവരെയും കൂട്ടി, എല്ലാവരെയും വീണ്ടെടുത്ത് 4000 പേരെ ഈ ഒരു ഓപ്പറേഷനിലൂടെ യമനിൽ നിന്ന് തിരികെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു. ഈ സമയം നിമിഷയ്ക്ക് 2 ചോയ്സ് ഉണ്ടായിരുന്നു. ഒന്നുകിൽ ഈ ആഭ്യന്തര പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെട്ട് തന്റെ ജീവൻ രക്ഷപ്പെടുത്തി ഈ ഓപ്പറേഷന്റെ ഭാഗമായി തിരികെ ഇന്ത്യയിലേക്ക് പോവുക. അതല്ല എന്നുണ്ടെങ്കിൽ തന്റെ ജീവൻ പണയപ്പെടുത്തി യമനിൽ തന്നെ താൻ കഷ്ടപ്പെട്ട് ഓപ്പൺ ചെയ്ത് റൺ ചെയ്യുന്ന ആ ക്ലിനിക്ക് തുടർന്ന് നടത്തണം. ഇങ്ങനെ 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. അവൾ രണ്ടാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുത്തു. അവൾ ആ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, വേണ്ട സാർ, ഞാൻ വരുന്നില്ല, എനിക്കിവിടെ ഒരു ക്ലിനിക്ക് ഉണ്ട്, ഞാൻ ഇവിടെ തന്നെ താമസിക്കാം. ഇതാണ് നിമിഷ പ്രിയ അവളുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഇതിനുശേഷം അവളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഓരോ കാര്യവും അതൊക്കെ നമ്മുടെ സങ്കല്പങ്ങൾക്കും അപ്പുറമാണ്. ഇങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ആഭ്യന്തര യുദ്ധവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവഗണിച്ചുകൊണ്ട് അവൾ ആ ക്ലിനിക്കിൽ കഠിനാധ്വാനം ചെയ്യാൻ തുടങ്ങി. ഇപ്പോ നിമിഷ പ്രിയയ്ക്കും അതിൽ പങ്കാളിയായിരുന്ന തലാൽ എന്ന വ്യക്തിക്കും ഇടയിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അതായത് ഇവർക്ക് വരുന്ന ഈ പ്രോഫിറ്റിൽ 50-50 ഷെയർ ചെയ്യും എന്ന രീതിയിലായിരുന്നു പദ്ധതി ഉണ്ടായിരുന്നത്. എന്നാൽ ഈ തലാൽ എന്ന വ്യക്തി ചെയ്തത്, നിമിഷ പ്രിയ അറിയാതെ തന്നെ ആ ക്ലിനിക്കിൽ നിന്നും ഒരുപാട് പണം തട്ടിയെടുക്കാൻ തുടങ്ങി. ക്ലിനിക്കിൽ വരുന്ന ഇൻകമിൽ നിന്ന് ഒരുപാട് പണം തട്ടിയെടുക്കാൻ തുടങ്ങി. എന്തിന്? ആ ക്ലിനിക്കിന്റെ ഓണർഷിപ്പ് പതിയെ അയാളുടെ പേരിലേക്ക് മാറ്റാനും തുടങ്ങി. ഇതിനെക്കുറിച്ച് നിമിഷ പ്രിയ അവനോട് ചോദിക്കുകയും 2 പേർക്കും ഇടയിൽ പ്രശ്നങ്ങൾ വർദ്ധിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ തലാൽ എന്ന വ്യക്തി ചെയ്തത് അവളെ ഫിസിക്കലി ഇമോഷണലിയും വല്ലാതെ അബ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഇതിനെല്ലാം അപ്പുറം നിമിഷ പ്രിയയും ഭർത്താവും വിവാഹം കഴിഞ്ഞ സമയത്തുണ്ടായിരുന്ന ഒരു ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ എഡിറ്റിംഗ് ആപ്പിൽ വെച്ച് മോഫ് ചെയ്ത്, എനിക്കും ഈ സ്ത്രീക്കും വിവാഹം കഴിഞ്ഞു, ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് ഈ ക്ലിനിക് റൺ ചെയ്യുന്നത്, ഇങ്ങനെ ഒരു ഫേക്ക് ഡോക്യുമെന്റ്സ് എല്ലാം ഉണ്ടാക്കുകയും ആ നാട് മുഴുവനും തങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്ന രീതിയിൽ കഥകൾ ഉണ്ടാക്കാൻ തുടങ്ങി. താൻ ഇത്രയേറെ പ്രശ്നങ്ങൾ അവൾക്ക് കൊടുക്കുന്നുണ്ട്, ഒരു പക്ഷെ അവളെ നാട് വിട്ടു പോയാൽ എന്ത് ചെയ്യുമെന്ന് കരുതിയ അവൻ അവളുടെ പാസ്പോർട്ട് പോലും വാങ്ങിവെച്ചു. ഇപ്പൊ നിമിഷപ്രിയയ്ക്ക് എന്ത് ചെയ്യണമെന്നേ അറിയില്ല. ഭർത്താവ്, കുഞ്ഞ്, കുടുംബം എല്ലാവരും പാലക്കാടിലാണ്. ഇവിടെ താനൊരു സ്വപ്നവുമായി ക്ലിനിക് തുടങ്ങി. പാർട്ട്ണറായി ചേർത്തവൻ തന്നെ പൂർണ്ണമായും വഞ്ചിച്ചു, പണം മുഴുവനും കൊണ്ടുപോയി. ഒന്നും വേണ്ട, കുടുംബമായി സമാധാനമായി ജീവിക്കാമെന്ന് കരുതി ഇവിടെ നിന്നും പോകണമെന്ന് ചിന്തിച്ചാൽ പോലും തന്റെ പാസ്പോർട്ടും അവന്റെ കയ്യിലാണ്. ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു സ്ത്രീ ഒരു ഗൾഫ് കൺട്രിയിൽ ചെന്ന് അകപ്പെടുകയാണെങ്കിൽ അവളുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും? ശരിക്കും അവൾക്ക് എന്ത് ചെയ്യണമെന്നേ അറിയില്ല. എന്നാൽ നാൾക്കുനാൾ ഈ തലാൽ എന്ന വ്യക്തിയുടെ ക്രൂരത വർദ്ധിച്ചുകൊണ്ടേ വന്നു. അവൾക്ക് ഒരു ഘട്ടത്തിൽ സഹിക്കാനേ സാധിച്ചില്ല. യമൻ പോലീസിൽ ചെന്നൊരു പരാതി കൊടുത്തു. ഇവൻ എന്നെ ടോർച്ചർ ചെയ്യുകയാണ്, എന്റെ ക്ലിനിക്കിൽ ധാരാളം തട്ടിപ്പുകൾ നടത്തിയെന്ന് ഒരു കംപ്ലൈന്റ് കൊടുത്തു. ആ സമയം യമനിലെ പോലീസുകാർ എന്താണ് ചെയ്യേണ്ടത്? അവനെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നതിന് പകരം കംപ്ലൈന്റ് കൊടുക്കാൻ വന്ന ആ സ്ത്രീയെ തന്നെ അറസ്റ്റ് ചെയ്ത് 7 ദിവസം ജയിലിലടച്ചു. 7 ദിവസത്തിന് ശേഷം നിമിഷ പുറത്തേക്ക് വരുന്നു. അവൾക്കിപ്പോൾ എന്ത് ചെയ്യണമെന്നേ അറിയില്ല. ലോകം ഇരുണ്ടു പോയതുപോലെ അവൾക്ക് തോന്നി. ആ നാട് വിട്ട് രക്ഷപ്പെടാനും കഴിയുന്നില്ല, അവനോടൊപ്പം താമസിക്കാനും സാധിക്കുന്നില്ല, ക്ലിനിക്ക് പോലും ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല. ഇനി എന്ത് ചെയ്യാമെന്ന് തീരുമാനിക്കാൻ തുടങ്ങി. അവസാനം ഒരു തീരുമാനത്തിലും എത്തി. എനിക്ക് ക്ലിനിക്ക് വേണ്ട, എനിക്ക് ആശുപത്രിയും വേണ്ട, ഒന്നും വേണ്ട, കുടുംബത്തോടൊപ്പം സമാധാനമായി ജീവിക്കണം, തിരികെ നാട്ടിലേക്ക് തന്നെ പോകാം. അവന്റെ പക്കൽ നിന്നും തന്റെ പാസ്പോർട്ട് എങ്ങനെ വാങ്ങാം, അതായിരുന്നു അവൾ ചിന്തിച്ചത്. അപ്പോഴാണ് അവളുടെ മനസ്സിലൊരു പദ്ധതി വരുന്നത്. അവൾ ഇതിനകം തന്നെ ഒരു മെഡിക്കൽ പ്രൊഫഷണലാണ്, അവൾക്കറിയാത്ത ഒരു മരുന്ന് പോലുമില്ല. അതുകൊണ്ട് തലാൽ എന്ന വ്യക്തിക്ക് അനസ്തേഷ്യ നൽകി അവനെ ബോധരഹിതനാക്കുകയും ആ അവസരം ഉപയോഗിച്ച് തന്റെ പാസ്പോർട്ട് എടുത്ത് ആ നാട്ടിൽ നിന്ന് തന്നെ രക്ഷപ്പെടാം. ഇതായിരുന്നു അവൾ തീരുമാനിച്ചത്. 2017 ഒരു ദിവസം ഈ ഒരു പദ്ധതി അവൾ നടപ്പിലാക്കുന്നു. തലാലിന്റെ അറിവില്ലാതെ തന്നെ അവൻ അനസ്തേഷ്യ കുത്തിവെച്ചു.
പക്ഷെ അവിടെയാണ് ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ഈ കുത്തിവെച്ച് അനസ്തേഷ്യ അമിത അളവിലായതിനാൽ തലാൽ എന്ന വ്യക്തി തൽക്ഷണം മരിക്കുന്നു. ഇതെന്താ ഇങ്ങനെ? ഒരു പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞു വന്നപ്പോൾ മറ്റൊരു വലിയ പ്രശ്നത്തിൽ തന്നെ അകപ്പെട്ടല്ലോ. ഇപ്പൊ എന്ത് ചെയ്യണമെന്നേ അറിയില്ല. അതേ ക്ലിനിക്കിൽ അവൾക്ക് വിശ്വാസമുണ്ടായിരുന്ന ഹാന എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവളും അതേ ആശുപത്രിയിൽ നഴ്സായി ജോലി നോക്കുകയാണ്. അവളുടെ സംഭവങ്ങളെല്ലാം പറഞ്ഞു. രണ്ടുപേരും ഒരു നിഗമനത്തിലെത്തി. നമ്മൾ ഇതൊക്കെ പോലീസിനോട് പറഞ്ഞാൽ അവർ ഒരിക്കലും വിശ്വസിക്കില്ല. കൊലപാതക കേസായി തന്നെ കണക്കാക്കും. ഒരു കാര്യം ചെയ്യാം, ഈ ശരീരം എങ്ങനെയെങ്കിലും ഡിസ്പോസ് ചെയ്യണം. പാസ്പോർട്ട് എടുത്തിട്ട് ഈ നാട് വിട്ട് രക്ഷപ്പെടണം. പിന്നീട് എന്ത് സംഭവിച്ചാലും നമുക്ക് നോക്കാം എന്ന് രണ്ടുപേരും തീരുമാനിച്ചു. അങ്ങനെ തലാൽ എന്ന വ്യക്തിയുടെ ശരീരം കഷ്ണങ്ങളായി മുറിക്കാൻ തുടങ്ങി. പിന്നീട് ആ മൃതദേഹം ഒരു വാട്ടർ ടാങ്കിനുള്ളിൽ കൊണ്ടിട്ടു. ചില സോഴ്സസിൽ പറയുന്നത് ഈ ഒരു സംഭവത്തിന് ശേഷം അവൾ അവളുടെ പാസ്പോർട്ട് തിരിച്ചെടുത്തു. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസിന് കൊലപാതകത്തെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ലഭിക്കുന്നത്, അവളെ അറസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ 2014 അവൾക്കെതിരെ ഒരു കൊലപാതക കേസ് രജിസ്റ്റർ ആവുകയും MLA ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു കേസിന്റെ വിചാരണ കുറച്ചു കാലം ഇങ്ങനെ പോകുന്നു. അവസാനം 2018 വർഷം തലാലിനെ കൊലപ്പെടുത്തിയ കുറ്റത്തിന് നിമിഷ പ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചു. പിന്നീട് 2020 അവൾക്ക് നൽകിയ വധശിക്ഷ വീണ്ടും ഉറപ്പിക്കപ്പെടുന്നു. പിന്നെ നിമിഷ പ്രിയ സുപ്രീം കോടതിയുടെ വാതിലുകൾ മുട്ടാൻ തുടങ്ങി. അവിടെ ഒരു അപ്പീൽ ഫയൽ ചെയ്തു. പക്ഷേ 2023 വർഷം അവൾ നൽകിയ ഹർജി സുപ്രീം കോടതിയിലും നിരസിക്കപ്പെടുന്നു. അവർ ഇതിനകം നൽകിയ വധശിക്ഷ സുപ്രീം കോടതി സ്ഥിരീകരിച്ചു. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഒരു കൊലപാതക കുറ്റത്തിന് ഒരാൾക്ക് വധശിക്ഷ വിധിച്ചാൽ എന്തായിരിക്കും ചെയ്യുക? ശിക്ഷയ്ക്ക് വേണ്ടി ദിവസങ്ങളോളം കാത്തിരിക്കും. പിന്നീട് അവർക്കൊരു തീയതി നിശ്ചയിക്കും. പിന്നീട് പ്രസിഡന്റിന് ഒരു നിവേദനം അയക്കും. അദ്ദേഹം അത് നിരസിച്ചാൽ പിന്നെ ശിക്ഷ നടപ്പിലാക്കും. എന്നാൽ ഇവിടെയുള്ള നിയമവ്യവസ്ഥ എങ്ങനെയാണെന്ന് നോക്കിയാൽ മിക്ക ഗൾഫ് രാജ്യങ്ങളിലും ഈ മേൽക്കോടതിയിൽ ഒരു ശിക്ഷ സ്ഥിരീകരിച്ചാൽ പിന്നെ ആ മരണശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. അതാണ് ബ്ലഡ് മണി. ഇത് ഒരു ഉദാഹരണത്തോടു കൂടി പറയാം. ഇപ്പോൾ ഒരു കൊലയാളി ഒരാളെ കൊല്ലുകയാണ്, ഇരയെ കൊല്ലുകയാണ്. ആ വിക്ടിമിന്റെ കുടുംബം, ബന്ധുക്കളൊക്കെ എന്തായിരിക്കും ചെയ്യുന്നത്? തന്റെ കുടുംബത്തിലെ കൊന്ന ആ വ്യക്തിയോട് ഒരുപാട് ദേഷ്യം ഉണ്ടാകും. എന്റെ കുടുംബത്തിലെ ഒരാളെ നിങ്ങൾ കൊന്നുവെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അതേ ശിക്ഷ തന്നെ വേണം, മരണശിക്ഷ തന്നെ വേണം എന്ന രീതിയിലായിരിക്കും എല്ലാവരുടെ ചിന്തയും ആഗ്രഹവും. എന്നാൽ മറ്റൊരു രീതിയിലും ചിന്തിക്കാം. ഒരുപക്ഷെ കൊലപാതകം ചെയ്തത് അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, ആക്സിഡന്റലി സംഭവിച്ചതായിരിക്കാം. അപ്പോൾ ഈ ഇരയുടെ കുടുംബത്തിൽ ചെന്ന് ക്ഷമ ചോദിക്കുകയാണ്, ജീവന് വേണ്ടി ഭിക്ഷ യാചിക്കുകയാണ്. അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അറിയാതെ ചെയ്തു പോയി, ഒരു അപകടമാണ്, ദയവ് ചെയ്ത് ക്ഷമിക്കണം. ഇങ്ങനെ അവരോടൊരു ക്ഷമ ചോദിച്ചു. ഒരു പക്ഷേ ഇരയുടെ കുടുംബം ആ ക്ഷമ സ്വീകരിച്ചു. അവനോട് ക്ഷമിച്ചാൽ ഒരുപക്ഷെ യമൻ സർക്കാരും അവർക്ക് മാപ്പ് നൽകുകയും വധശിക്ഷ കുറയ്ക്കാനോ അല്ലെങ്കിൽ മോചിതനാക്കാനോ സാധ്യതയുണ്ട്. പക്ഷെ ഇത് വെറും ക്ഷമയോടുകൂടി അവസാനിക്കുന്ന കാര്യമല്ല. ക്ഷമ എന്നതിനപ്പുറം ഇരയുടെ കുടുംബത്തിന് കൊലയാളിയുടെ കുടുംബം, കൊലയാളി വലിയൊരു നഷ്ടപരിഹാരം നൽകേണ്ടി വരും. ഇതിനെയാണ് ബ്ലഡ് മണി എന്ന് വിളിക്കുന്നത്. ഈ ബ്ലഡ് മണിക്ക് അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനൊരു കൊലപാതകം ചെയ്തു, അതിന് പണം നൽകി കൊലപാതകത്തിൽ നിന്നും രക്ഷപ്പെടാം എന്നല്ല ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണെങ്കിലും ഇതൊരു അപകടത്തിൽ സംഭവിച്ച തെറ്റാണെങ്കിൽ കൂടിയും ആ വ്യക്തി മരിച്ചതുകൊണ്ട് ആ കുടുംബത്തിന് നിരവധി പ്രശ്നങ്ങളുണ്ട്. ആ കുടുംബത്തെ പുനർനിർമ്മിക്കാൻ അവർ ഒരുപാട് കഷ്ടപ്പെടും. അതിനവർക്ക് ഒരുപാട് പണവും ആവശ്യമായി വരും. അതുകൊണ്ട് ഇവർക്ക് പണം നൽകാം. എത്ര പണം അവർക്ക് നൽകണമെന്നുള്ളത് ഇരയുടെ കുടുംബമായിരിക്കണം തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ നിമിഷപ്രിയയ്ക്ക് അവസാനം മരണശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരേയൊരു വഴി ഈ ബ്ലഡ് മണിയാണ്. അങ്ങനെ തലാലിന്റെ കുടുംബത്തോട് സംസാരിച്ച് അവർക്ക് എത്ര ബ്ലഡ് മണി വേണമെന്നാവശ്യപ്പെട്ട് അത് നൽകി അവരുടെ മാപ്പ് വാങ്ങുകയാണെങ്കിൽ യമൻ സർക്കാരും അവൾക്ക് മാപ്പ് നൽകും. പക്ഷെ അവിടെയും ഒരു കാര്യമുണ്ട്, ഇരയുടെ കുടുംബം ക്ഷമിക്കാൻ തയ്യാറായി ബ്ലഡ് മണി വാങ്ങാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഈ ഒരു പ്രോസസ്സ് എല്ലാം നടക്കുകയുള്ളൂ. ചിലർ ചെയ്യുന്നത്, എനിക്ക് പണമൊന്നും ആവശ്യമില്ല, എൻ്റെ വീട്ടിലെ ഒരു കുഞ്ഞിനെ നീ കൊന്നു, നിനക്കും ഇതേ ശിക്ഷ തന്നെ ലഭിക്കണം എന്ന രീതിയിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ പിന്നെ ബ്ലഡ് മണി എന്നൊരു ആശയം പോലും അവിടെ വരില്ല. അങ്ങനെ 2023 സാമുവൽ ജെറോം എന്ന ഒരു ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റിനെ ഇതിനുവേണ്ടി നിയമിച്ചു. ഇദ്ദേഹം ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് മാത്രമല്ല, ലോയർ കൂടെയാണ്. അദ്ദേഹം നിമിഷയുടെ ഭാഗത്ത് നിന്നും തലാലിന്റെ കുടുംബത്തോട് സംസാരിച്ചു. 2023 ആദ്യമായി, ഈ വിധി വന്നതിന് ശേഷം ആദ്യമായി ഈ ഒരു കുടുംബവുമായുള്ള കോൺവെർസേഷൻ സ്റ്റാർട്ടാകുന്നു. തലാലിന്റെ കുടുംബ ബന്ധുക്കൾ ചോദിച്ചത്, ശരി അവൾ എന്തോ അറിയാതെ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് മൊത്തം $2 ലക്ഷം ആവശ്യമാണ്, അതായത് ഇന്ത്യൻ മണിയിൽ 2 കോടി രൂപ. ഈ ഒരു തുക കേട്ടപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. കാരണം നിമിഷയുടെ പക്കൽ അത്ര പണമൊന്നും ഇല്ല, നാട്ടിൽ പോലും അത്ര പണമില്ല. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ലോയർ, സാമുവൽ എന്ന ലോയർ കുടുംബത്തോട് പറഞ്ഞു, ഞങ്ങളെ കൊണ്ട് എത്രത്തോളം കഴിയുമോ അത്രത്തോളം ഞങ്ങൾ നൽകുമെന്ന്. അങ്ങനെ ആദ്യം നിമിഷ പ്രിയയുടെ അമ്മ പ്രേമകുമാരി എന്ന സ്ത്രീ പാലക്കാട് അവർക്കുള്ള ഒരു വീട് അത് വിൽക്കുന്നു.
അതിൽ നിന്നും ഒരു എമൗണ്ട് കിട്ടി. പിന്നീട് നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സേവ് നിമിഷപ്രിയ എന്ന പേരിൽ ഒരു സംഘടന ഉണ്ടാക്കി. ഓൺലൈനിലൂടെ ഒരുപാട് ഫണ്ട് സ്വരൂപിക്കാൻ തുടങ്ങി. അതിലൂടെയും കുറച്ച് പണം കിട്ടുന്നു. അങ്ങനെ മൊത്തം ഒരു $40,000 വന്നു. ഈ തുക അഡ്വാൻസായി നൽകുകയും തലാലിന്റെ കുടുംബത്തെ ഒന്ന് സമാധാനിപ്പിക്കാം, ബാക്കിയുള്ള തുക എങ്ങനെയെങ്കിലും ഒക്കെ അവർക്ക് കൊടുക്കാമെന്ന് കരുതി ഇന്ത്യൻ എംബസി വഴി $40,000 തലാൽ എന്ന വ്യക്തിയുടെ കുടുംബത്തിന് നൽകുന്നു. അടുത്ത 2024 വീണ്ടും ബ്ലഡ് മണിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞങ്ങൾ സംസാരിച്ചത് കഴിഞ്ഞ വർഷമായിരുന്നു. ആ സമയത്ത് 2 കോടിയായിരുന്നു. എന്നാൽ ഇപ്പോ അവളുടെ ജീവൻ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ 4 കോടി രൂപ വേണമെന്ന് ആവശ്യപ്പെട്ടു. ഇത് കേട്ട നിമിഷപ്രിയയുടെ കുടുംബം തന്നെ ഞെട്ടിപ്പോയി. ഇതിനകം ചോദിച്ച 2 കോടി രൂപ പോലും പൂർണ്ണമായി നൽകാൻ സാധിച്ചില്ല. ഇപ്പൊ 4 കോടി ചോദിക്കുകയാണ്. ഞങ്ങൾ ഇതിന് എവിടെ പോകും? ഇതിനെല്ലാം അപ്പുറം എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ മറ്റൊരു കാര്യം സംഭവിച്ചു. ഇവർ ഇതിനകം തന്നെ കഷ്ടപ്പെട്ട് വീട് വിറ്റ് ഫണ്ട് സ്വരൂപിച്ചൊക്കെ അയച്ചു കൊടുത്ത $40,000 ഇന്ത്യൻ എംബസി വഴി കൊടുത്ത ആ ഒരു പണം അത് തങ്ങൾക്ക് ലഭിച്ചിട്ടേ ഇല്ല എന്നാണ് തലാലിന്റെ കുടുംബം പറയുന്നത്. മൊത്തത്തിൽ ബ്ലഡ് മണി എന്ന പേരിൽ നിങ്ങളുടെ പക്കൽ നിന്നും ഞങ്ങൾക്കൊരു പൈസ പോലും ലഭിച്ചിട്ടേ ഇല്ല, ഇങ്ങനെയാണ് ആ കുടുംബം പറഞ്ഞത്. അങ്ങനെ ബ്ലഡ് മണി സെറ്റിൽമെന്റ് അവസാനിക്കാത്തത് കൊണ്ടാണ് അവളുടെ ഈ ഒരു ശിക്ഷാ കാലാവധി സ്ഥിരീകരിക്കുകയും ജൂലൈ മാസം 16-ാം തീയതി അവളുടെ ശിക്ഷ നടപ്പിലാക്കുമെന്ന രീതിയിൽ യമൻ സർക്കാർ ദിവസവും കുറിച്ചു. എന്നാൽ ഇപ്പോൾ ജൂലൈ 16 കഴിഞ്ഞു. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കിയില്ല. പറഞ്ഞു വരുന്നത് ഔദ്യോഗികമായി അത് റദ്ദാക്കി എന്നല്ല, താൽക്കാലികമായി അത് നീട്ടിവെച്ചിരിക്കുകയാണ്. മരിച്ചയാളുടെ കുടുംബം ഈ ദിയ അതായത് ബ്ലഡ് മണി സ്വീകരിക്കാൻ തയ്യാറാണ്. ഇന്ത്യൻ സർക്കാർ ഇപ്പോൾ ഇതിന്റെ ശ്രമങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വധശിക്ഷ നടപ്പിലാക്കുന്നത് ഒരൽപ്പം താമസിപ്പിക്കണമെന്നുള്ള അഭ്യർത്ഥന യമൻ സർക്കാർ അംഗീകരിച്ചതുകൊണ്ട് താൽക്കാലികമായി ഈ ഒരു ശിക്ഷ ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതുവരെയും നമ്മൾ ഈ കേസിൽ അറിഞ്ഞതെല്ലാം നിമിഷപ്രിയ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം അവളുടെ സൈഡിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. നമ്മൾ ചില സിനിമകൾ കാണുമ്പോൾ അതിലെ ഹീറോ ഒരു കാര്യം പറയും, അത് നമുക്ക് ശരിയായി തോന്നും. അതേ സംഭവം വില്ലൻ വേറൊരു രീതിയിൽ പറയും, അത് നമുക്ക് ശരിയായി തന്നെ തോന്നും. അപ്പോൾ ഓരോരുത്തരും അവർക്കനുസരിച്ചതുപോലെ കഥകൾ പറയുന്നത് കൊണ്ടാണ് കേൾക്കുന്ന നമുക്കത് വളരെ വ്യത്യസ്തമായും യാഥാർത്ഥ്യമായും തോന്നുന്നത്. നിമിഷയുടെ കേസും അതുപോലെ തന്നെയാണ്. ഇതുവരെയും കണ്ടതിൽ വെച്ച് നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നുക? പാവം ഒരു പെൺകുട്ടി, അവൾ സ്വയം പ്രതിരോധിക്കാൻ വേണ്ടിയാണ് കൊലപാതകം ചെയ്തത്. അതും അറിഞ്ഞുകൊണ്ട് ചെയ്തതൊന്നുമല്ല. പാവം, കൊടുത്തതിൽ ഒരളവ് ഒരൽപ്പം കൂടിപ്പോയി. അതിലിപ്പോൾ എന്താണ് തെറ്റ്? അങ്ങനൊരു ചോദ്യം നമുക്ക് വരാം. എന്നാൽ വാസ്തവത്തിൽ മറ്റൊരു സെറ്റ് ഓഫ് തെളിവുകൾ അല്ലെങ്കിൽ മറ്റൊരു കൂട്ടർ ആളുകൾ പറയുന്നത് തലാൽ ശരിക്കും ഈ വിവാഹ ഫോട്ടോ മോർഫ് ചെയ്ത് ഇങ്ങനെയൊന്നും ചെയ്തിട്ടേ ഇല്ല. തലാലിനും നിമിഷപ്രിയയ്ക്കും ഇടയിൽ ശരിക്കും ഒരു വിവാഹം തന്നെ നടന്നു എന്ന രീതിയിലാണ് ചില കൂട്ടർ പറയുന്നത്. അതായത് നിമിഷപ്രിയ തന്റെ ഭർത്താവിനെയും കുഞ്ഞിനെയും പാലക്കാടിലേക്ക് പറഞ്ഞയച്ചു. അവിടെ തന്നെ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചപ്പോൾ ആ ലോക്കലിലുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ഒരു ബന്ധമില്ലാതെ അല്ലെങ്കിൽ അയാളുടെ ഒരു സഹായമില്ലാതെ അങ്ങനെ ഒരു ആശുപത്രി റൺ ചെയ്യാൻ കഴിയില്ല എന്നറിഞ്ഞപ്പോൾ തലാലിനെ കാണുകയും അയാളെ വിവാഹം കഴിക്കുകയും അയാളുമായി ഒരു ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് ആരംഭിക്കുകയും ചെയ്തു. പിന്നീട് ആശുപത്രി തുടങ്ങി നല്ല രീതിയിൽ പോയി എന്ന രീതിയിൽ പല ലേഖനങ്ങളിലും പല സോഴ്സസിലും പറയുന്നുണ്ട്. പിന്നീട് ഇവർക്കുള്ളിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി, നിരവധി സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അങ്ങനെ നിമിഷപ്രിയ ഈ ക്ലിനിക് പൂർണ്ണമായും സ്വന്തമാക്കണം എന്നാഗ്രഹിച്ചു. അക്കാരണത്താൽ നിമിഷപ്രിയ ഈ തലാൽ എന്ന വ്യക്തി അറിഞ്ഞുകൊണ്ട് തന്നെ മരുന്ന് നൽകി, കൂടിയ ഡോസേജ് നൽകി കൊന്നു എന്ന രീതിയിൽ ചിലരൊക്കെ പറയുന്നുണ്ട്. അതിനവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, അവളൊരു നേഴ്സാണ്, മെഡിക്കൽ ഫീൽഡിലെ എല്ലാ കാര്യങ്ങളും അവൾക്കറിയാം. എത്ര ഡോസ് കൊടുത്താൽ ഒരാൾക്ക് ബോധം നഷ്ടമാകും, എത്ര ഡോസ് വരെയും കൊടുത്താൽ ഒരാൾ മരിക്കും എന്നുള്ളതെല്ലാം അവൾക്ക് നന്നായി തന്നെ അറിയാം. അത്രയും അറിഞ്ഞിട്ടും അവൾ നൽകിയ ഡോസിൽ അയാൾ മരിച്ചു എന്നുണ്ടെങ്കിൽ അവൾ അറിഞ്ഞുകൊണ്ടത് അത്രയും കൊടുത്തു എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. ശരി, ഇനി സത്യത്തിൽ നിമിഷപ്രിയ നിരപരാധിയാണ്, അവൾ സ്വയം പ്രതിരോധിക്കാനാണ് ഈ കൊലപാതകം ചെയ്തത് എന്നിരിക്കട്ടെ. അല്ലെങ്കിൽ ഈ രണ്ടാമത്തെ തിയറി അനുസരിച്ച് അവളൊരു ക്രൂര സ്ത്രീയാണ്, പണത്തിന് വേണ്ടി കൊല ചെയ്തതായിരിക്കട്ടെ. രണ്ടും കൊലപാതകം തന്നെയാണ്. യമൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നീ എന്ത് കാരണത്താൽ കൊലപാതകം ചെയ്തു അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നിയമപ്രകാരം നീ കൊലപാതകം ചെയ്തു, അപ്പോൾ നിനക്കും അതേ ശിക്ഷ, വധശിക്ഷ തന്നെയാണ്. അതിൽ യാതൊരു മാറ്റവുമില്ല. അതാണ് യമൻ സർക്കാരിന്റെ ഉറച്ച നിലപാട്. അപ്പോൾ ഈ കേസ് ഫോളോ ചെയ്യുന്ന നമുക്ക് ഒരു ചോദ്യം വരാം, എന്താണിത്? ഒരു ഇന്ത്യൻ പൗരൻ,
അവരെ അവിടെ തൂക്കിലേറ്റാൻ പോവുകയാണല്ലോ. നമ്മുടെ ഇന്ത്യൻ സർക്കാർ എന്തുകൊണ്ട് ഒരു തീരുമാനം എടുക്കുന്നില്ല? ആ സർക്കാരുമായി സംസാരിച്ച് ആ നടപടി എന്തെങ്കിലും സ്വീകരിക്കാമല്ലോ. കുറഞ്ഞ പക്ഷം അതൊരു ജീവപര്യന്തമാക്കി മാറ്റാൻ പാടില്ലേ? എന്തുകൊണ്ട് ഇന്ത്യൻ സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല? എന്തുകൊണ്ട് അവർക്ക് അതിനൊന്നും കഴിയുന്നില്ല എന്നുള്ളതിനൊരു കാരണം പറയുന്നുണ്ട്. ഞാൻ ഇതിനകം പറഞ്ഞു, ആ രാജ്യത്ത് തദ്ദേശീയ വിമതർ, ഈ ഹൂത്തികൾ എന്ന സംഘടന യമന്റെ തലസ്ഥാനമായ സനാ നഗരത്തെ പിടിച്ചെടുത്തു. അവിടെയായിരുന്നു നിമിഷയ്ക്ക് ക്ലിനിക് ഉണ്ടായിരുന്നത്. അതുപോലെ നിമിഷ ഇപ്പോൾ സനാ നഗരത്തിലെ ജയിലിലാണ് അടയ്ക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഈ കലാപകാരി സംഘടന MLA 2-3 സിറ്റീസ് പിടിച്ചെടുത്ത് ഒരു ഗവൺമെന്റ് പോലെ നടത്തിക്കൊണ്ട് വന്നാലും ഐക്യരാഷ്ട്രസഭ അല്ലെങ്കിൽ ഇന്ത്യൻ സർക്കാർ ഈ കലാപകാരികളെ അംഗീകൃത സർക്കാരായി കണക്കാക്കിയിട്ടില്ല. അതുകൊണ്ട് ഇന്ത്യൻ സർക്കാരിനും ഈ വിമത സർക്കാരിനും യാതൊരു ബന്ധവുമില്ല, യാതൊരു ചർച്ചകളുമില്ല. എന്നാൽ ഈ കലാപകാരികൾ പിടിച്ചെടുത്ത ഏരിയ ഒഴികെയുള്ള ബാക്കി ഭാഗങ്ങളെല്ലാം ഭരിക്കുന്നവരാണ് അവിടെയുള്ള ഈ അംഗീകൃത സർക്കാർ. ഇന്ത്യൻ സർക്കാർ അവരോടാണ് സംസാരിക്കുന്നത്. പക്ഷേ നിമിഷാപ്രിയയെ സംബന്ധിച്ചിടത്തോളം നിർഭാഗ്യവശാൽ അവൾക്ക് വധശിക്ഷ ലഭിച്ച് അത് സ്ഥിരീകരിച്ചത് ഈ കലാപകാരികളുടെ സർക്കാരും അവളെ ഇപ്പോൾ തടവിലാക്കിയിരിക്കുന്നത് ഈ കലാപകാരികളുടെ നിയന്ത്രണത്തിലുള്ള സനാ നഗരത്തിലാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ സർക്കാർ പറയുന്നത്, ഞങ്ങൾക്കും ഇവർക്കും ഈ കലാപകാരികൾക്കും യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾ നേരിട്ട് അവിടെ സംസാരിച്ചാലും ഒന്നും നടപ്പിലാകില്ല. ഞങ്ങൾ സംസാരിക്കില്ല എന്ന രീതിയിലുള്ളൊരു നിലപാടായിരുന്നു ഇന്ത്യൻ ഗവൺമെന്റിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയക്കാരും ചില വിദഗ്ധരും പറയുന്നത്, ഇന്ത്യ നേരിട്ട് അവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഇറാൻ സർക്കാർ വഴി സംസാരിക്കുകയാണെങ്കിൽ, ഒരല്പം സമ്മർദ്ദം അവർ വഴി ചെലുത്തുകയാണെങ്കിൽ ഈ ഒരു ശിക്ഷ കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ത്യൻ സർക്കാർ ഇതിൽ ഇടപെട്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കണമെന്ന രീതിയിൽ സുപ്രീം കോടതിയിലും ഒരു ഹർജി സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് അടിയന്തരമായി അന്വേഷിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് ഈ വധശിക്ഷ ഇപ്പോൾ ഒരല്പം താൽക്കാലികമായി തടഞ്ഞു വച്ചിരിക്കുന്നത്. മരിച്ച കുടുംബം ആവശ്യപ്പെട്ട ഈ ഒരു ബ്ലഡ് മണി നൽകാനായിട്ടുള്ള എല്ലാ നടപടികളും പ്രവർത്തനങ്ങളും ഇപ്പോൾ നടന്നു വരികയാണ്. ഇനി ബ്ലഡ് മണി നിമിഷയുടെ കുടുംബത്തിൽ നിന്നും ഈ ഒരു മരിച്ച വ്യക്തികളുടെ കുടുംബത്തിലേക്ക് പോവുകയാണെങ്കിൽ അവളുടെ ഈ ഒരു ശിക്ഷ ജീവപര്യന്തമാക്കി കുറയ്ക്കപ്പെടും. അതല്ല എന്നുണ്ടെങ്കിൽ നിമിഷാപ്രിയ ജയിൽ മോചിതയാകും. ഈ ഒരു കേസിനെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ കൺട്രി ഒഴികെ മറ്റേതെങ്കിലും രാജ്യത്തിലേക്ക് ജോലിക്ക് പോവുകയാണ്, പഠിക്കാൻ പോവുകയാണ്, ഇനി ടൂറിസ്റ്റായി തന്നെ പോവുകയാണെങ്കിലും ശരി, ആ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥകൾ നമ്മൾ പൂർണ്ണമായും ബഹുമാനിക്കണം. അവിടെ ഏത് നിയമമാണോ ഉള്ളത് തീർച്ചയായും നമ്മൾ ഫോളോ ചെയ്ത് മാത്രമേ അവിടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതല്ല എങ്കിൽ ആ നിയമം നമ്മൾ ലംഘിക്കുകയാണ് എങ്കിൽ അതുവഴി ലഭിക്കുന്നത് എന്ത് ശിക്ഷയാണോ അത് നമ്മൾ അനുഭവിച്ചേ മതിയാവുകയുള്ളൂ. ഇപ്പോൾ നമ്മളിൽ പലരും ചിന്തിച്ചു എന്നിരിക്കാം, ഇങ്ങനൊരു തെറ്റ് ഇന്ത്യയിലാണ് ചെയ്തത് എന്നുണ്ടെങ്കിൽ സ്വയം പ്രതിരോധിക്കാൻ വേണ്ടി ചെയ്തതല്ലേ, അത് ജീവപര്യന്തമാക്കും അല്ലെങ്കിൽ 10 വർഷത്തിൽ പുറത്തേക്ക് വരാമെന്നൊക്കെ ചിന്തിക്കാം. ഇതിനൊക്കെയാണോ മരണശിക്ഷ കൊടുക്കേണ്ടത് എന്നൊക്കെ പലർക്കും ഒരു ചോദ്യം വരാം. എന്നാൽ ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനാണ് മരണശിക്ഷ. ഞങ്ങളുടെ രാജ്യത്ത് ഒരു കൊലപാതകമാണ് ചെയ്തതെങ്കിൽ അതിന് വധശിക്ഷയാണ്. അതാണ് കാലാകാലമായ കൺട്രിയിലുള്ള നിയമം. അതുകൊണ്ട് എന്തിനു വേണ്ടി നിങ്ങൾ ഈ മരണശിക്ഷ നൽകി എന്നുള്ളത് നമുക്ക് അവിടെ ചോദിക്കാൻ സാധിക്കില്ല. ആ ചോദ്യത്തിന് അവിടെ പ്രസക്തിയുമില്ല. അപ്പോൾ ഈ ഒരു കേസിനെ 2 രീതിയിൽ കാണാൻ സാധിക്കും. നിമിഷാപ്രിയ നല്ലവളാണോ തെറ്റുകാരിയാണോ എന്നുള്ളത് അനലൈസ് ചെയ്യുകയല്ല ചെയ്യുന്നത്. പക്ഷെ സത്യത്തിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാകാം, എന്തിനു വേണ്ടി അവൾക്ക് ഇത്ര സ്ട്രോങ് ആയ ഒരു ശിക്ഷ നൽകിയിട്ടുണ്ട്, ഇതാണ് ഈ 2 തിയറിയിലൂടെ നമ്മൾ അറിയേണ്ടത്. ആദ്യത്തെ തിയറി എടുക്കാം. അതിൽ നിമിഷപ്രിയ യഥാർത്ഥത്തിൽ നിരപരാധിയാണ്. അവളെ എല്ലാവരും ചേർന്ന് ഫ്രെയിം ചെയ്യുകയായിരുന്നു. അവൻ അവളെ ടോർച്ചർ ചെയ്ത് എല്ലാ പണവും തട്ടിയെടുത്തു. ആശുപത്രി അവന്റെ പേരിലേക്ക് മാറ്റാൻ ശ്രമിച്ചു. പിന്നീട് അവളുടെ പാസ്പോർട്ടും എടുത്തു വച്ചു. അവൾക്കും ഇവനും യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ പോലും വിവാഹം നടത്തിയെന്ന പേരിൽ എല്ലാവരെയും പറഞ്ഞു വഞ്ചിപ്പിച്ചു. ഇത് ഒരു തിയറി എന്ന് ചിന്തിക്കാം. അപ്പോൾ അവൾ അവളുടെ രാജ്യത്തിലേക്ക് രക്ഷപ്പെടണം എന്നുള്ളതിന് വേണ്ടി അവൻ അനസ്തീഷ്യ നൽകി പാസ്പോർട്ട് എടുക്കാൻ ശ്രമിച്ചു. ഇതുവരെയും എല്ലാം ശരിയാണ്, പെർഫെക്റ്റ്. അനസ്തീഷ്യ കൊടുത്തു. അത് അമിത അളവിലായി മാറി മരിക്കുകയും ചെയ്തു. ഇത് യാദൃശികമായി സംഭവിച്ചതാണ്. ഇതുവരെയും കുഴപ്പമില്ല എന്ന് പറയാം, രക്ഷപ്പെടാനും അവസരമുണ്ട്. അടുത്തവൾ എന്ത് ചെയ്തിട്ടുണ്ടാകണം? യമൻ ഗവൺമെന്റിൽ ഒഫീഷ്യൽസിനോട് ചെന്ന് സംഭവം പറഞ്ഞിരിക്കണം. ഇതാണ് സാർ നടന്നത്, എന്നെ അവൻ അങ്ങനെയെല്ലാം ചെയ്തു. ഇതൊക്കെ പോലീസ് വിശ്വസിക്കില്ല. വിശ്വസിച്ചില്ലെങ്കിൽ പോലും ഞാൻ ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് അവൻ മരിച്ചത്, അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്ന രീതിയിൽ അവൾക്ക് പറയാമായിരുന്നു. എന്നാൽ അവൾ എന്ത് ചെയ്തു? ഒഫീഷ്യലായി ഇതിനെ എടുത്തുകൊണ്ട് പോകാതെ അവൻ മരിച്ചതിന് ശേഷം അവൾ അവന്റെ ശരീരം കഷ്ണങ്ങളാക്കി മുറിച്ച് വാട്ടർ ടാങ്കിലേക്ക് ഇട്ടു. ഇതാണ് ഇവൾ ചെയ്തത് ആസൂത്രിത കൊലപാതകമാണ് എന്നുള്ളൊരു പ്രതിച്ഛായ സൃഷ്ടിച്ചത്. താൻ ഇങ്ങനെ മരുന്ന് കുത്തിവെച്ചത് കൊണ്ടാണ് അവൻ മരിച്ചത് എന്ന് അവൾ ഏതെങ്കിലും ഉദ്യോഗസ്ഥനോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ ഒരു കേസ് വ്യത്യസ്തമായ രീതിയിൽ പോയിട്ടുണ്ടാകാം. അപ്പോൾ ഇതിലവൾ ശരിക്കും നിരപരാധിയാണ്. ഇനി രണ്ടാമത്തെ തിയറി,
ചില സോഴ്സസുകൾ പറയുന്നത് പോലെ അവൾ ശരിക്കും അത്യാഗ്രഹിയാണ്. പാലക്കാടുള്ള ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് ഇവിടെ ഒരു ക്ലിനിക്ക് തുടങ്ങണമെന്നുള്ളതിന് വേണ്ടി തലാൽ എന്ന വ്യക്തിയെ വിവാഹം കഴിക്കുകയും ഒരു ലിവിങ് ടുഗദർ ജീവിതം നയിക്കുകയും ചെയ്യുകയായിരുന്നു. ഇവിടെയും അവൾ ചെയ്ത് തെറ്റാണ്. എന്നിട്ടും അവൾ എന്ത് ചെയ്തു? മുഴുവൻ ആശുപത്രിയും തന്റെ പേരിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ അവർക്കിടയിൽ ഫിനാൻഷ്യലി പ്രശ്നങ്ങൾ വന്നു, അതുകൊണ്ട് അവനെ കൊല്ലണമെന്ന് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒന്നാണ്. ഇതാണ് രണ്ടാമത്തെ തിയറി. ഈ രണ്ട് തിയറി എടുത്ത് നോക്കിയാലും ഇവൾ ചെയ്ത കൊലപാതകത്തിൽ ചില ന്യായീകരണങ്ങളൊക്കെ പറയാൻ സാധിച്ചാലും അവൾ ചെയ്തത് കൊലപാതകം തന്നെയാണ്. എമൻ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്ത് മോട്ടീവ് വേണമെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്തത് കൊലപാതകമാണോ അതിന് ശിക്ഷ വധശിക്ഷ തന്നെയാണ്. ഇതാണ് അവർ പറയുന്ന ഒരു കാര്യം. എന്നാൽ ഇനി അവൾ ചെയ്ത തെറ്റാണോ ശരിയാണോ, അവൾ നല്ലവളാണോ തെറ്റുകാരിയാണോ എന്നുള്ളത് അനലൈസ് ചെയ്തിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. കാരണം ഈ ഒരു കേസ് വളരെ ദൂരം എത്തിയിട്ടുണ്ട്. ഇനി കേസിൽ മാറ്റം സംഭവിക്കാൻ പോകുന്നത് അത് ആ ബ്ലഡ് മണി കൊണ്ട് മാത്രമായിരിക്കും. അതിനെ കാത്തിരുന്നാലേ അറിയാനും സാധിക്കും. ഇനി അവിടെയും ഈ ഞാൻ പറഞ്ഞ രണ്ട് തിയറിയിലും കോമൺ ആയി വരുന്ന ഒരു കാര്യം അവന്റെ ശരീരം വെട്ടി നുറുക്കി എന്നുള്ളതാണ്. അവളുടെ ഉദ്ദേശം കൊലപാതകമല്ല എന്ന് അവളും സ്വയം സമ്മതിക്കുന്നുണ്ട്. അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ശരീരം വെട്ടി നുറുക്കണം? ഇവിടെ കടന്നു വരുന്ന മറ്റൊരു ചിന്തയുണ്ട്. ഒരു വ്യക്തി വളരെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലും ഭയത്തിന്റെയും പിടിയിലാകുമ്പോൾ അവളുടെ ചിന്തയിൽ നിന്നും അവൾ അറിയാതെ വളരെ തീവ്രമായ തീരുമാനങ്ങൾ പുറത്തേക്ക് വരും. അതുകൊണ്ട് തന്നെ അവൾ ഇത് അറിയാതെ ചെയ്ത കൊലപാതകമാണെങ്കിൽ പോലും ഭയം കാരണം, നിയമപരമായ പ്രതിസന്ധിയിൽ താൻ അകപ്പെടുമോ എന്നുള്ളൊരു തോന്നൽ കാരണം അവൾ ഒരു പക്ഷേ ഇതിൽ നിന്നും രക്ഷപ്പെടാനായി ശരീരങ്ങൾ ഇങ്ങനെ വെട്ടിമുറിച്ച് മറവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാകാം. എന്നിരുന്നാലും കൊലപാതകം ന്യായീകരിക്കാൻ സാധിക്കില്ല. മനഃപൂർവ്വം അവളിത് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് കോടതി 100% സ്ഥിരീകരിച്ചിട്ടും ഇല്ല. അപ്പൊ പിന്നെ ഇവിടെ ശിക്ഷ വേണോ എന്ന് ചോദിച്ചാൽ ശിക്ഷ തീർച്ചയായും വേണം. പക്ഷെ അത് വധശിക്ഷയായിരിക്കണോ എന്നുള്ളതാണ് ചോദ്യം. അവസാനം പറയാൻ ഉദ്ദേശിക്കുന്നത്, നമുക്കൊരാൾ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുമ്പോഴും അത് എന്ത് സാഹചര്യത്തിലായിരുന്നു, അവൾക്ക് വേണ്ടിയിരുന്ന വിശ്വസ്തത, നിയമപരമായ സംരക്ഷണം കിട്ടിയോ എന്നുള്ളത് കൂടെ നോക്കേണ്ടതുണ്ട്. വെട്ടി നുറുക്കിയതും മറവ് ചെയ്തതും വലിയൊരു തെറ്റാണ്. എന്നാൽ അതിന് പിന്നിലെ മനുഷ്യനെയും അവളുടെ അവസ്ഥയെയും കണ്ടിട്ട് മാത്രമേ ശിക്ഷയുടെ കാഠിന്യവും നിശ്ചയിക്കാവൂ. പക്ഷെ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കണമെന്നുണ്ടെങ്കിലും ഇന്ത്യയിലായിരിക്കണം. എമൻ രാജ്യത്തിൽ ഇതൊക്കെ സംസാരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. എന്തായാലും ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിമിഷ പ്രിയ ഈ ഒരു കേസിൽ നിന്നും രക്ഷപ്പെടണമെന്നാണോ രക്ഷപ്പെടണ്ട എന്നാണോ ആഗ്രഹിക്കുന്നത്? അതായത് അവൾക്ക് ശിക്ഷ വേണം, പക്ഷെ അത് മരണശിക്ഷ വേണ്ട, ജീവപര്യന്തം അല്ലെങ്കിൽ കുറഞ്ഞ എന്തെങ്കിലും ശിക്ഷ വേണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അതല്ല എന്നുണ്ടെങ്കിൽ അവൾ ജയിൽ മോചിതയാകണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം, വളരെ ആത്മാർത്ഥമായിട്ടുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം തന്നെ കമന്റിൽ പറയുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.